ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നടപ്പിലായതോടെ പൂർണ്ണമായും സംഘർഷം ഇല്ലാതെയായിട്ടില്ലെങ്കിലും യുദ്ധത്തിന്റെ രൂക്ഷത നന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പലയിടങ്ങളിലും ആക്രമണം നടത്തുകയും നിരവധി പലസ്തീൻ പൗരന്മാരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അധിനിവേശ കാലത്ത് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരിച്ചു വരാൻ ഇസ്രായേൽ ഇപ്പോഴും അനുവദിക്കുന്നില്ല. സമാധാന കരാർ പ്രകാരം തെക്കൻ ഗാസയിൽ അഭയം തേടിയവർക്ക് തിരിച്ചു വരാമായിരുന്നു. എന്നാൽ തെക്കൻ ഗാസയെയും വടക്കൻ ഗാസയെയും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയാണ്. വാദി ഗസ പാലത്തിന് സമീപം ഒരു പലസ്തീൻ ഇസ്രായേലി സൈനികർ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു. 4 പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഏറെ കൗതുകകരമായ മറ്റൊരു വാർത്ത ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇറാന് വേണ്ടി ചാരപ്പണിയെടുത്ത 2 സൈനികരെ ഇസ്രായേലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം പ്രവർത്തിപ്പിക്കുന്നതിന്റെ ചുമതലയുണ്ടായിരുന്ന യൂറി എലിയാസ്പോവ്, ഗിയോർഗി ആൻഡ്രിയോവ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 2 പേർക്കും 21 വയസ്സാണ് പ്രായം. അയൺ ഡോമിന്റെ രഹസ്യ വിവരങ്ങളും മറ്റു വീഡിയോകളും ഇവർ ഇറാന് കൈമാറിയതായി കണ്ടെത്തിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വിവരങ്ങൾ കൈമാറിയതിന് യൂറി എലിയാസ്പോവിന് 2.25 ലക്ഷം രൂപയും ഗിയോർഗി ആൻഡ്രിയോവിന് 4300 രൂപയും പ്രതിഫലമായി ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് ഇവർ ഇറാന് വേണ്ടി ചാരപ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയത്. ഇറാൻ ഏജന്റുമാർക്ക് വിവരങ്ങൾ കൈമാറിയ 7 പേരെ ഒക്ടോബറിലും പിന്നീട് 30 പേരെ ഡിസംബറിലും ഇസ്രായേൽ പോലീസ് പിടികൂടിയിരുന്നു. നെവാറ്റിം, റാമത്ത് ഡേവിസ് വ്യോമസേനാ താവളങ്ങളുടെ വിവരങ്ങളാണ് പ്രധാനമായും ഈ തരത്തിൽ ചോർന്നു പോയത്. തുഫാനുൽ അക്സക്ക് ശേഷം ഈ താവളങ്ങൾ ഹിസ്ബുള്ള തകർക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പൗരന്മാരിൽ രാജ്യദ്രോഹികൾ ഉണ്ടാകില്ലെന്നും ഇസ്രായേലിന് വേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എല്ലാ പൗരന്മാരും എന്ന നെതന്യാഹുവിന്റെ മിഥ്യാബോധം ഇവിടെയാണ് തകർന്നു തുടങ്ങുന്നത്. നേരത്തെ 2023 ഒക്ടോബർ മാസത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ചില സൂചനകൾ മൊസാദിന് ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. സൈനിക താവളങ്ങളെക്കുറിച്ചും മറ്റ് പ്രധാന ആയുധ കേന്ദ്രങ്ങളെക്കുറിച്ചുമുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രയേലിൽ ഉള്ളവർ തന്നെ ഇറാൻ ചേരിക്ക് കൈമാറിയെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ അത് ഗൗരവത്തിലെടുക്കാൻ ഇസ്രായേൽ സൈന്യമോ നെതന്യാഹുവോ അന്ന് തയ്യാറായതുമില്ല.